ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ട്സ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. പായസം നമ്മൾ എപ്പോഴും ചൂടോടാണല്ലോ കഴിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെയാണ്. പാലും സാബുനരിയും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ വീട്ടിൽ ഏത് സമയത്തും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. നമുക്കിതിന് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് സാബുനരിയാണ്. ചവരി എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു അരിയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം നല്ലപോലെ അത്യാവശ്യം നല്ല വെള്ളത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ച് നല്ലപോലെ തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നമുക്ക് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ചൂടൊക്കെ ഒന്ന് പോക്കിയിട്ടെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ഒരു 1/2 ലിറ്റർ പാൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി കസ്റ്റാർഡ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതും വേണേൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ മെയിൻ മധുരം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാലും സാബുനരിയൊക്കെ നല്ലപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാബുനരി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതുപോലെ കട്ടൊക്കെ പോയിട്ട് നല്ലപോലെ മിക്സായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ കസ്കസ് 1-2 ടീസ്പൂൺ അളവിൽ വെള്ളത്തിൽ കുതിർത്തെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫ്രൂട്ട്സ് എല്ലാം നമുക്കിതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അനാറ്, ആപ്പിള്, പഴമൊക്കെയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അനാറൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. ആപ്പിൾ ഞാൻ ഇതുപോലെ തൊലിയൊന്നും കളയാതെ അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മളെ കയ്യിലുള്ള മാമ്പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പഴം അത് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നട്ട്സൊക്കെ കയ്യിലുള്ളവരും നട്ട്സ് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നട്ട്സ് നല്ലപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി തണുപ്പിച്ച് വേണമെങ്കിൽ കഴിക്കാം. ഇനി ഇതെല്ലാം നല്ല തണുപ്പുള്ളതുകൊണ്ട് നമുക്കിപ്പം തന്നെ സെർവ് ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.